പ്രിയപ്പെട്ട സമ്മതിദായകരെ, ഈ വരുന്ന 26-ാം തീയതി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ആരെ തിരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ചുള്ള ചെറിയ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത്. ജനാധിപത്യം ഇത്രയേറെ ഭീഷണി നേരിട്ട മറ്റൊരു കാലഘട്ടവും ഉണ്ടായിട്ടില്ല. 76 കാലഘട്ടത്തിലുണ്ടായ അടിയന്തരാവസ്ഥയെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ജനാധിപത്യ വിരുദ്ധ നടപടികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ സമ്മതിദാനാവകാശം ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ട ബാധ്യത ഈ തൃശൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സമ്മതിദായകർക്കും ഉണ്ട്. ഈ അവസരത്തിൽ പ്രധാനമായും 3 സ്ഥാനാർത്ഥികളാണ് തൃശൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. തൃശൂർ നിയോജക മണ്ഡലത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ഏറെ പ്രാധാന്യമുള്ള ഒരു പാർലമെന്റ് നിയോജക മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞ നിരവധി കാലമായി കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ലാത്ത ഒരു പ്രദേശം കൂടി. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടെയാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന എം പിയെ കുറിച്ച് ജനങ്ങൾക്കുള്ളത്. ഈ തൃശൂർ നിയോജക മണ്ഡലം എടുത്ത് പരിശോധിച്ചാൽ എല്ലാ കാര്യങ്ങളിലും അനന്ത സാധ്യതകളുള്ള ഒരു നിയോജക മണ്ഡലമാണ്. നമ്മുടെ പശ്ചാത്തല മേഖല വളരെയേറെ വികസിക്കേണ്ടതുണ്ട്. പശ്ചാത്തല മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റെയിൽവേ. ആ റെയിൽവേയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10-25 വർഷക്കാലം ചരിത്രമെടുത്താൽ കാര്യമായ ഒരു വികസന പ്രവർത്തനവും ഈ തൃശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിനകത്ത് റെയിൽവേ വികസനം എന്ന രീതിയിൽ നടന്നിട്ടുണ്ട്. നമ്മുടെ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ, പ്രധാനമായിട്ടും തൃശൂർ റെയിൽവേ സ്റ്റേഷൻ, ആ റെയിൽവേ സ്റ്റേഷനിൽ ഭൗതിക സാഹചര്യങ്ങൾ വളരെ പരിമിതമാണ്. അംഗപരിമിതരായ ആളുകൾ, വൃദ്ധജനങ്ങൾ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ, അവർക്കെല്ലാം ഒരു ട്രെയിൻ കയറുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു ലിഫ്റ്റും ഒരു എസ്കലേറ്ററും ഒക്കെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു അറ്റത്തായതുകൊണ്ട് തന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആളുകൾക്കെല്ലാം പ്ലാറ്റ്ഫോം മാറി കയറുന്നതിനും അതുപോലെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനുമൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നല്ല വികസനം ആവശ്യമുള്ള ആയിരക്കണക്കിന് ആളുകളാണ് ഒരു ദിവസം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നതും തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ കയറിപ്പോകും. അതിനനുസൃതമായ ഒരു സൗകര്യവും കഴിഞ്ഞ നിരവധി വർഷക്കാലമായി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തൃശൂർ റെയിൽവേ സ്റ്റേഷന് കാര്യമായ മാറ്റം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് തൃശൂർ എറണാകുളം റെയിൽവേ. ഇപ്പോൾ ഇരട്ട പാതയുള്ളത് 4 വരി പാതയെങ്കിലും ആക്കിയാൽ മാത്രമേ യാത്രാ ദുരിതം പരിഹരിക്കുകയുള്ളൂ. ഇപ്പോൾ 80 കിലോമീറ്ററിൽ താഴെ സ്പീഡിലാണ് ട്രെയിനുകളെല്ലാം ഓടിക്കുന്നത്. അത് മാറി കൂടുതൽ നല്ല സ്പീഡിൽ ഓടണമെങ്കിൽ 4 വരി, ഏറ്റവും തിരക്കേറിയ റൂട്ടാണ് ഷൊർണൂർ മുതൽ എറണാകുളം വരെ. അത് 4 വരിയാക്കി മാറ്റേണ്ടത് അനിവാര്യമാണ്. ഒരു ദിവസം 1 ലക്ഷത്തിലധികം ആളുകൾ വരുന്ന പ്രദേശമാണ്, ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ. ആ ഗുരുവായൂർ, ലോകപ്രസിദ്ധമായ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം നിൽക്കുന്നത് ഈ തൃശൂർ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. ഗുരുവായൂരിനും വികസന കാര്യങ്ങളിൽ അനന്ത സാധ്യതകളുണ്ടെങ്കിലും കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും അവിടെയും നടക്കുന്നില്ല എന്നതാണ്. തൃശൂർ ഗുരുവായൂർ റെയിൽവേ ഏതാണ്ട് 90കളുടെ കാലഘട്ടത്തിലാണ് അത് ആരംഭിക്കുന്നത്. അതിന് ഇത്രയും വർഷത്തിന് ശേഷം 10-35 വർഷക്കാലമായെങ്കിലും ഒരു മാറ്റവും വന്നിട്ടില്ല. അത് ഡബിൾ ലൈൻ ആക്കാനും തൃശൂർ ഗുരുവായൂർ റെയിൽവേയിൽ സ്ഥിരമായി ട്രെയിൻ ഓടിക്കാനുമുള്ള സംവിധാനം ഉണ്ടായാലും 20 മിനിറ്റ് കൊണ്ട് ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂരിലെത്താനുള്ള സാധ്യതകൾ. അപ്പം അതുകൊണ്ട് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനം, അതുപോലെ തൃശൂർ
നിയോജകമണ്ഡലത്തിൽ വരുന്ന പുതുക്കാട് ഉൾപ്പെടെയുള്ള വിവിധ സ്റ്റേഷനുകളുടെ വികസനം, ഇങ്ങനെ റെയിൽവേ രംഗത്ത് കേന്ദ്രത്തിന് മാത്രം ചെയ്യാൻ കഴിയാവുന്ന നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ടൂറിസത്തെ സംബന്ധിച്ചിടത്തോളം റെയിൽവേയുടെ വികസനം, പശ്ചാത്തല മേഖലയിൽ നല്ല സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് കൂടുതൽ ടൂറിസ്റ്റുകൾ വരിക. ടൂറിസത്തിന് ലോകപ്രശസ്തമായ ജില്ലയാണ് തൃശ്ശൂർ ജില്ല. നമുക്കറിയാം, ഒരു അറ്റം പൂർണ്ണമായും തീരദേശമാണ്. ഏറ്റവും നല്ല ബീച്ചുകളുള്ള ഒരു പ്രദേശമാണ് തൃശ്ശൂർ നിയോജകമണ്ഡലം. പൊന്നാനി കടപ്പുറം തൊട്ട് ഇങ്ങോട്ട് കൊടുങ്ങല്ലൂർ വരെ നീണ്ടു കിടക്കുന്ന തീരദേശ മേഖലയാണ് നമുക്കുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു മേഖല വനമേഖലയാണ്. ഒരു പ്രദേശം മുഴുവൻ വനമേഖലയാണ്. ഇതെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തന്നെ ഈ ഗുരുവായൂർ ക്ഷേത്രം, തൃപ്രയാർ ക്ഷേത്രം, വടക്കുന്നാഥൻ, അതുപോലെ തന്നെ പാലയൂർ പള്ളി, മണത്തലപ്പള്ളി, തൃശ്ശൂർ ലൂർദ് മാതാവിൻ്റെ പള്ളി, പുത്തൻപള്ളി തുടങ്ങിയ ക്ഷേത്രങ്ങളും പള്ളികളുമൊക്കെയായി ബന്ധപ്പെട്ട ടൂറിസത്തിനും അനന്ത സാധ്യതകളുണ്ട്. പീച്ചി ഡാം പോലെ, അതുപോലെ തന്നെ ചിമ്മിനി ഡാം പോലെ, ഇപ്പോൾ പുതുതായി പണി കഴിച്ച് ഉദ്ഘാടനത്തിന് തയ്യാറായിരിക്കുന്ന പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് ഉൾപ്പെടെയുള്ള അനന്ത സാധ്യതകൾ ടൂറിസം മേഖലയിലുണ്ട്. തൃശ്ശൂരിലെ കോൾ നിലങ്ങൾ, അത് ഏനാമാവ് കോൾ ഉൾപ്പെടെയുള്ള നിരവധിയായ കോൾ മേഖല, ആ കോൾ മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമല്ല, ടൂറിസം മേഖലയിലും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്നതാണ് കോൾ നിലങ്ങൾ. പുത്തൻപള്ളി തുടങ്ങിയ ക്ഷേത്രങ്ങളും പള്ളികളുമൊക്കെയായി ബന്ധപ്പെട്ട ടൂറിസത്തിനും അനന്ത സാധ്യതകളുണ്ട്. പീച്ചി ഡാം പോലെ, അതുപോലെ തന്നെ ചിമ്മിനി ഡാം പോലെ, ഇപ്പോൾ പുതുതായി പണി കഴിച്ച് ഉദ്ഘാടനത്തിന് തയ്യാറായിരിക്കുന്ന പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് ഉൾപ്പെടെയുള്ള അനന്ത സാധ്യതകൾ ടൂറിസം മേഖലയിലുണ്ട്. തൃശ്ശൂരിലെ കോൾ നിലങ്ങൾ, അത് ഏനാമാവ് കോൾ ഉൾപ്പെടെയുള്ള നിരവധിയായ കോൾ മേഖല, ആ കോൾ മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമല്ല, ടൂറിസം മേഖലയിലും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്നതാണ് കോൾ നിലങ്ങൾ. ആ കോൾ നിലങ്ങളും ആ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക്. ടൂറിസം രംഗത്ത് അനന്ത സാധ്യതകൾ ഇന്ന് നമുക്കുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കൃഷി. കാർഷിക മേഖലയെ നല്ലൊരു കാർഷിക മേഖലയാണ്. നല്ല വളക്കൂറുള്ള മണ്ണുള്ള ഒരു പ്രദേശമാണ് തൃശ്ശൂർ ജില്ല പൂർണ്ണമായും. അതിലെ തൃശ്ശൂർ നിയോജകമണ്ഡലത്തിന്റെ പ്രദേശങ്ങളെല്ലാം തന്നെ തെങ്ങും കവുങ്ങും നെല്ലും വാഴയും ജാതിക്കയും ഉൾപ്പെടെയുള്ള നിരവധിയായ റബ്ബർ ഉൾപ്പെടെയുള്ള എല്ലാ കാർഷിക വിഭവങ്ങളും ഉള്ളതും കേരളത്തിലെ ഏക അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, കൃഷി യൂണിവേഴ്സിറ്റി നിലനിൽക്കുന്നതും ഈ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലാണ്. അതുകൊണ്ട് തന്നെ കൃഷിക്ക് അനന്ത സാധ്യതകൾ ഇന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കൃഷി പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് നമ്മുടെ ഭാവിയിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒന്നാണ് കൃഷിയും ആ കൃഷിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ. അപ്പം അത് നിലനിർത്തുന്നതിന് വേണ്ടി നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഭൂമിയെ ഉപയോഗപ്പെടുത്താൻ കഴിയും. ഈ കൃഷിയും പശ്ചാത്തല മേഖലയും ടൂറിസവും കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വ്യവസായങ്ങൾ. നമുക്ക് തൊഴിൽ നൽകാൻ വ്യവസായങ്ങൾ കൂടിയേ തീരും. ഇന്ന് അങ്ങനെ വലിയ വ്യവസായ സ്ഥാപനങ്ങളൊന്നും ഈ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിനകത്തില്ല. നേരത്തെ ഓട്ട് കമ്പനികളുടെ നിരവധിയായ പുകക്കുഴലുകൾ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ എവിടെ യാത്ര ചെയ്താലും കാണാൻ കഴിയുമായി. കളിമണ്ണ് ഖനനം ഉൾപ്പെടെയുള്ള നിരവധിയായ പ്രശ്നങ്ങൾ പ്രതിസന്ധി സൃഷ്ടിച്ചതുകൊണ്ടും ഉൽപ്പന്നങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ആവശ്യക്കാരില്ലാത്തതുകൊണ്ടും ആ വ്യവസായ സ്ഥാപനങ്ങളെല്ലാം ഇന്ന് അടച്ചുപൂട്ടണം. നിരവധിയായ ടെക്സ്റ്റൈലുകൾ, സീതാറാം മില്ലുൾപ്പെടെ, തൃശ്ശൂർ കോട്ടൺ മില്ലുൾപ്പെടെ, ലക്ഷ്മി മിൽസ് ഉൾപ്പെടെ നിരവധിയായ ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങൾ തൃശ്ശൂരിലുണ്ടായി. ചിലതൊക്കെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അത് ഒന്നും തന്നെ വേണ്ട രീതിയിൽ അല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് തുണികളാണ്. തൃശ്ശൂർ ടൗണിലെടുത്ത് പരിശോധിച്ചാൽ തന്നെ ലക്ഷക്കണക്കിന് സ്ക്വയർ ഫീറ്റുകൾ വലിപ്പമുള്ള ഷോപ്പിംഗ് മാളുകൾ, തുണി വിൽക്കുന്ന കടകളുണ്ട്. ഇവിടെയെല്ലാം ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് ഒരു ദിവസം
നടക്കുന്നതെങ്കിലും ഇതൊന്നും തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് തൃശ്ശൂരിലോ കേരളത്തിലോ അല്ല എന്നുള്ളതാണ്. ഇതെങ്ങനെ നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, എങ്ങനെ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകാൻ കഴിയും എന്നുള്ളത് പരിശോധിച്ച് ആ മേഖലയിൽ കൂടി നല്ല ഇടപെടലുകൾ ആവശ്യമാണ്. അതുപോലെ തന്നെ സ്വർണ്ണ മേഖലയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ഒന്നാണ് സ്വർണ്ണപ്പണി. ആ തൃശ്ശൂർ ടൗണുമായി ബന്ധപ്പെട്ട നിരവധിയായ ആളുകളാണ് ഇന്ന് സ്വർണ്ണപ്പണിയുമായി. അത് കൂടുതൽ നല്ല രീതിയിൽ ശാസ്ത്രീയമായി എങ്ങനെ അത് കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയും എന്നുള്ളത് ഉപയോഗപ്പെടുത്താനാണ്. നമ്മുടെ വനവിഭവങ്ങൾ ഉൾപ്പെടെയുള്ള പരമ്പരാഗത വ്യവസായങ്ങൾ, ആ വ്യവസായങ്ങൾക്കെല്ലാം ഇന്ന് ധാരാളം നല്ല പ്രസക്തിയുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്നതിനുള്ള പദ്ധതികളുണ്ട്. ഇങ്ങനെ സമഗ്രമായ ഒരു ഇടപെടൽ കലാ സാംസ്കാരിക കായിക രംഗങ്ങളിൽ, നമുക്ക് കായിക രംഗത്ത് വലിയ സംഭാവനകൾ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ശ്രീ ടി വി പാപ്പച്ചൻ ഉൾപ്പെടെ ഉള്ള നിരവധിയായ ഫുട്ബോൾ താരങ്ങൾ സംഭാവന നൽകിയ പ്രദേശമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ആ തൃശ്ശൂർ ഇന്ന് സ്പോർട്സ് രംഗത്ത് ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് എന്ന് പറയാം. ഏറ്റവും പരിചിതമായിട്ടുള്ളത് നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങളുടെ കുറവാണ്. നമുക്ക് നല്ല സ്പോർട്സ് ഗ്രൗണ്ടുകൾ വളരെ പരിമിതമാണ്. തൃശ്ശൂർ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് നല്ല ഗ്രൗണ്ടുകൾ വളരെ പരിമിതമായിട്ടുണ്ട്. ധാരാളം ഗ്രൗണ്ടുകൾ ഉണ്ടാകണം. അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടനുബന്ധിച്ചാണ് ഏറ്റവും നന്നായി നടപ്പാക്കുന്നത്. അപ്പോൾ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുമായി ബന്ധപ്പെട്ടാണ് നമുക്കത് ചെയ്യാൻ കഴിയുകയെങ്കിൽ ആ ഗ്രൗണ്ടുകളുടെയൊക്കെ സ്ഥിതി ഇന്ന് വളരെ ശോചനീയമാണ്. അതുകൊണ്ട് പുതുതായി ഈ മേഖലയിലേക്ക് ലോകം തന്നെ ശ്രദ്ധിക്കപ്പെടുന്നത് എന്ന് സ്പോർട്സ് രംഗം, ആ മേഖലയിൽ കൂടുതൽ ഇടപെടലുകൾ അനിവാര്യമാണ്. ആരോഗ്യ മേഖല ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നമുക്ക് 3 മെഡിക്കൽ കോളേജ്, 2 സ്വകാര്യ മേഖലയിലുള്ള മെഡിക്കൽ കോളേജുകളും ഒരു സർക്കാർ മെഡിക്കൽ കോളേജും ഉണ്ടെങ്കിലും ആ മെഡിക്കൽ കോളേജുകളോടൊക്കെ തത്തുല്യമായി നിൽക്കുന്ന മറ്റ് നിരവധി ആശുപത്രികളുണ്ട്. നമുക്ക് ഒരു ആരോഗ്യ ടൂറിസം, വിദേശത്ത് എവിടെ ചികിത്സിക്കുന്നതിനേക്കാൾ വളരെ പരിമിതമായ ചിലവ് വരുന്ന ചികിത്സാ സമ്പ്രദായമാണ്. ആ ചികിത്സാ സമ്പ്രദായം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇതിനെ ഈ ചികിത്സ, അലോപ്പതി ചികിത്സ ഉപയോഗപ്പെടുത്താൻ. ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ആയുർവേദം. ആയുർവേദത്തിൻ്റെ പരമ്പരാഗതമായി തൈക്കാട് മൂസും SNAയും ഒക്കെ ഉൾപ്പെടുന്ന വലിയ പരമ്പരാഗതമായുള്ള അഷ്ടവൈദ്യന്മാരുടെ കേന്ദ്രമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ആയുർവേദത്തിൽ നിന്ന് ലോകത്തിൽ തന്നെ വലിയ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടം. നിരവധിയായ ആയുർവേദ റിസോർട്ടുകളിൽ നിന്നും ധാരാളം പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയാവുന്നതാണ് ഈ ആയുർവേദമേ. അതുകൊണ്ട് ശാസ്ത്രീയമായി അതും പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട്. ഇങ്ങനെ തൃശ്ശൂർ നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ട് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതെല്ലാം തൃശ്ശൂരിനെ അറിയാവുന്ന, തൃശ്ശൂരിൻ്റെ പ്രശ്നങ്ങൾ അറിയാവുന്ന, തൃശ്ശൂരിനെ മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒരു പാർലമെന്റ് അംഗത്തിന് മാത്രമേ ഇതെല്ലാം ചെയ്തു തീർക്കാൻ കഴിയുള്ളൂ. പരിമിതമായ സമയത്തിനുള്ളിൽ തങ്ങൾക്ക് അനുവദിക്കുന്ന ഫണ്ട് ഇങ്ങനെ സമഗ്രമായ ഒരു ഇടപെടൽ കലാ സാംസ്കാരിക കായിക രംഗങ്ങളിൽ, നമുക്ക് കായിക രംഗത്ത് വലിയ സംഭാവനകൾ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ശ്രീ ടി വി പാപ്പച്ചൻ ഉൾപ്പെടെ ഉള്ള നിരവധിയായ ഫുട്ബോൾ താരങ്ങൾ സംഭാവന നൽകിയ പ്രദേശമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ആ തൃശ്ശൂർ ഇന്ന് സ്പോർട്സ് രംഗത്ത് ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് എന്ന് പറയാം. ഏറ്റവും പരിചിതമായിട്ടുള്ളത് നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങളുടെ കുറവാണ്. നമുക്ക് നല്ല സ്പോർട്സ് ഗ്രൗണ്ടുകൾ വളരെ പരിമിതമാണ്. തൃശ്ശൂർ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് നല്ല ഗ്രൗണ്ടുകൾ വളരെ പരിമിതമായിട്ടുണ്ട്. ധാരാളം ഗ്രൗണ്ടുകൾ ഉണ്ടാകണം. അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടനുബന്ധിച്ചാണ് ഏറ്റവും നന്നായി നടപ്പാക്കുന്നത്. അപ്പോൾ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുമായി ബന്ധപ്പെട്ടാണ് നമുക്കത് ചെയ്യാൻ കഴിയുകയെങ്കിൽ ആ ഗ്രൗണ്ടുകളുടെയൊക്കെ സ്ഥിതി ഇന്ന് വളരെ ശോചനീയമാണ്. അതുകൊണ്ട് പുതുതായി ഈ മേഖലയിലേക്ക് ലോകം തന്നെ ശ്രദ്ധിക്കപ്പെടുന്നത് എന്ന് സ്പോർട്സ് രംഗം, ആ മേഖലയിൽ കൂടുതൽ ഇടപെടലുകൾ അനിവാര്യമാണ്. ആരോഗ്യ മേഖല ഇതുപോലെ തന്നെ വളരെ
നമുക്ക് 3 മെഡിക്കൽ കോളേജ്, 2 സ്വകാര്യ മേഖലയിലുള്ള മെഡിക്കൽ കോളേജുകളും ഒരു സർക്കാർ മെഡിക്കൽ കോളേജും ഉണ്ടെങ്കിലും ആ മെഡിക്കൽ കോളേജുകളോടൊക്കെ തത്തുല്യമായി നിൽക്കുന്ന മറ്റ് നിരവധി ആശുപത്രികളുമാണ്. നമുക്ക് ഒരു ആരോഗ്യ ടൂറിസം വിദേശത്ത് എവിടെ ചികിത്സിക്കുന്നതിനേക്കാൾ വളരെ പരിമിതമായ ചിലവ് വരുന്ന ചികിത്സാ സമ്പ്രദായമാണ്. ആ ചികിത്സാ സമ്പ്രദായം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇതിനെ ഈ ചികിത്സ അലോപ്പതി ചികിത്സ ഉപയോഗപ്പെടുത്താൻ. ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ആയുർവേദം. ആയുർവേദത്തിൻ്റെ പരമ്പരാഗതമായി സൈക്കാഡമോസും SNAയും ഒക്കെ ഉൾപ്പെടുന്ന വലിയ പരമ്പരാഗതമായുള്ള അഷ്ടവൈദ്യന്മാരുടെ കേന്ദ്രമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ആയുർവേദത്തിൽ നിന്ന് ലോകത്തിൽ തന്നെ വലിയ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടം. നിരവധിയായ ആയുർവേദ റിസോർട്ടുകളിൽ നിന്നും ധാരാളം പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയാവുന്നതാണ് ഈ ആയുർവേദമേ. അതുകൊണ്ട് ശാസ്ത്രീയമായി അതും പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട്. ഇങ്ങനെ തൃശ്ശൂർ നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ട് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതെല്ലാം തൃശ്ശൂരിനെ അറിയാവുന്ന, തൃശ്ശൂരിൻ്റെ പ്രശ്നങ്ങൾ അറിയാവുന്ന, തൃശ്ശൂരിനെ മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒരു പാർലമെന്റ് അംഗത്തിന് മാത്രമേ ഇതെല്ലാം ചെയ്തു തീർക്കാൻ കഴിയുള്ളൂ. പരിമിതമായ സമയത്തിനുള്ളിൽ തങ്ങൾക്ക് അനുവദിക്കുന്ന ഫണ്ട് ഏതെങ്കിലും രീതിയിൽ ചെലവഴിക്കുക എന്നുള്ളതല്ല ഒരു പാർലമെന്റ് അംഗത്തിന്റെ ഉത്തരവാദിത്വം. നാടിനെ മനസ്സിലാക്കി, നാട്ടുകാരെ മനസ്സിലാക്കി, അവരുടെ വികാരങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു പാർലമെന്റ് അംഗമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. അതിന് തീർച്ചയായിട്ടും അർഹനായിട്ടുള്ളത് നേരത്തെ 3 തവണ MLA ആയിരുന്ന ചേർപ്പ് നിയോജകമണ്ഡലത്തിൽ നിന്നും, തൃശ്ശൂർ നിയോജകമണ്ഡലത്തിൽ നിന്നും, കയ്പമംഗലം നിയോജകമണ്ഡലത്തിൽ നിന്നും 15 വർഷക്കാലം MLA ആയിരുന്ന, 5 വർഷക്കാലം കേരളത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ സഖാവ് VS സുനിൽകുമാറാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന് 5 വർഷക്കാലം അദ്ദേഹം കേരളത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ, 1ാം പിണറായി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം കൃഷി വകുപ്പ് മന്ത്രിയായിരിക്കുന്നത്. ആ കൃഷി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് കേരളത്തിൽ ആദ്യമായി നെൽപ്പാടങ്ങൾക്ക് റോയൽറ്റി ഏർപ്പെടുത്തുന്നത്. നെൽപ്പാടങ്ങൾ നിലനിർത്തുക എന്നുള്ളത് കേവലം നെൽകൃഷകരെ സംബന്ധിച്ചിടത്തോളം നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ആവാസ വ്യവസ്ഥയും പരിസ്ഥിതിയും സംരക്ഷിക്കുന്നതിന് നെൽപ്പാടങ്ങളെല്ലാം അതേപടി ഇന്നുള്ളതെങ്കിലും അതേപടി നിലനിർത്തേണ്ടത് ആവശ്യം. അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു തുടക്കമാണ് ഇതിന് റോയൽറ്റി ഏർപ്പെടുത്താൻ നിശ്ചയിച്ചത്. അതുകൊണ്ട് കേരളത്തിലെ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിന്റെ വികാരങ്ങളെല്ലാം അറിയാവുന്ന, തൃശ്ശൂരിനെ അറിയാവുന്ന ശ്രീ VS സുനിൽകുമാർ കഴിഞ്ഞ 15 വർഷക്കാലമായി MLA ആയും 5 വർഷക്കാലം മന്ത്രിയായും സ്തുത്യർഹമായ സേവനം ചെയ്ത, ജീവിതത്തിൽ ഇന്ന് വരെ ഒരാക്ഷേപങ്ങൾക്കും വിധേയനായിട്ടില്ലാത്ത, യാതൊരുവിധ ആരോപണങ്ങൾക്കും വിധേയനായിട്ടില്ലാത്ത സുനിൽകുമാർ ആയിരിക്കും ഇത്തരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കാൻ ഏറ്റവും അനുയോജ്യനായ പാർലമെന്റേറിയൻ എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് സുനിലിനെ അദ്ദേഹത്തിന്റെ ചിഹ്നമായ അരിവാൾ നെൽക്കതിർ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കണം. ഇത് ഏതെങ്കിലും വൈകാരികമായ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വോട്ട് ഉപയോഗപ്പെടുത്തേണ്ട തെരഞ്ഞെടുപ്പല്ല എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് സുനിലിനെ വിജയിപ്പിക്കണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.